കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഒരു സംഭവമാണ് ഇടിമിന്നലും മഴയും പിന്നെ മേഘവിസ്ഫോടനവും. ആദ്യമായിട്ട് ഞാൻ ഈ മേഘം സ്ഫോടനം എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇത് എന്ത് സാധനമെന്ന് വിചാരിച്ചു. പിന്നെയാണ് അതിനെ പറ്റിയിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ ശരിക്കുള്ള ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്റ്റ് എന്നാണ്. പക്ഷെ ഇതുവരെയായിട്ടും ഒരു ന്യൂസ് ചാനൽ ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നതല്ലാണ്ട് ഇത് എന്താണ് സംഭവം, ഇതിന്റെ പുറകിലുള്ള സയൻസ് എന്താണ്, അതിനെ പറ്റിയിട്ട് ആരും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മേഘവിസ്ഫോടനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മേഘം പൊട്ടിത്തെറിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരുപാട് വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വീഴുന്നതാണ്. പക്ഷെ ശരിക്കും അതിന്റെ പേര് അങ്ങനെ എഴുതുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നല്ല. സംഭവം എന്താ വെച്ചാൽ പകൽ സമയങ്ങളിൽ, അതായത് വെയിലുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ സർഫസ്, അതായത് ഭൂമിയുടെ സർഫസ് അത്യാവശ്യം ചൂടായിരിക്കും. ഭൂമിയുടെ സർഫസ് ചൂടായതുകൊണ്ട് തന്നെ ഇതിന്റെ തൊട്ട് മുകളിലുള്ള എയറും ചൂടാവും അല്ലെ. അപ്പോൾ ഇവിടുത്തെ എയർ ചൂടാവുമ്പോൾ അവിടെ ശരിക്കും സംഭവിക്കുന്ന ഫാക്ടർ എന്താ വെച്ചാൽ ഈ എയർ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂടി കൂടി വരും. അപ്പൊ എഫക്റ്റീവ്ലി ഇവിടുത്തെ എയറിന്റെ ഡെൻസിറ്റി കുറഞ്ഞു വരും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു തണുത്ത എയർ എടുത്തു വിചാരിക്കാം. അതിന്റെ അകത്ത് മോളിക്യൂൾസ്, അതായത് എയറിന്റെ മോളിക്യൂൾസ് ഇങ്ങനെ അടുത്തടുത്തായിരിക്കും നിൽക്കുന്നത്, റിലേറ്റീവ്ലി അടുത്തടുത്തായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ആ എയർ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ പാർട്ടിക്കിൾസ് എക്സൈറ്റഡ് ആവുകയും ആ പാർട്ടിക്കിൾസ് കൂടുതൽ റിപ്പൽ ചെയ്യാനും നോക്കും. അതുകൊണ്ട് തന്നെ ഒരു സെയിം എമൗണ്ട് ഓഫ് വോളിയത്തിന്റെ അകത്ത് ഒരു തണുത്ത എയർ ഓക്യുപ്പൈ ചെയ്യുന്നത് പോലെ അല്ല ഈ ചൂടുള്ള എയർ ഓക്യുപ്പൈ ചെയ്യുന്നത്. അതായത് സെയിം വോളിയത്തിൽ ചൂടുള്ള എയറിന്റെ മോളിക്യൂൾസ് വളരെ കുറവായിരിക്കും എന്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, തണുത്ത എയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ചൂടുള്ള എയറിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അങ്ങനെ ചൂട് കൂടി വരുമ്പോൾ ഈ എയർ മുകളിലോട്ട് റൈസ് ചെയ്യാൻ നോക്കും. അതായത് താഴ്ത്തുനിന്ന് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ ചൂട് കാറ്റിനോടൊപ്പം അവിടെ ഉണ്ടായിരിക്കുന്ന വാട്ടർ വേപ്പറും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ മുകളിലേക്കും പോകും. ഇതേ സമയത്ത് തന്നെ മുകളിൽ മേഘത്തിൽ ചെറുതായിട്ട് മഴ ഫോം ചെയ്ത് വരുന്നുണ്ടാവും. അതായത് വാട്ടർ കണ്ടൻസ് ചെയ്ത് താഴത്തേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ വാട്ടർ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റും ചെയ്ത് വരുന്നുണ്ട്, താഴത്തുനിന്ന് ഇങ്ങനെ ഹൈ സ്പീഡിൽ ഈ ചൂട് കാറ്റ് മുകളിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചൂട് കാറ്റ് ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു വെള്ളത്തിനെ പിടിച്ചു നേരെ മുകളിലോട്ട് തന്നെ കൊണ്ടുപോകും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ ഈ ചൂട് കാറ്റിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് അത് കണ്ടൻസ് ചെയ്ത് അതൊരു പുതിയ മേഘമായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഈ മേഘങ്ങളുടെ എണ്ണമൊക്കെ ഇങ്ങനെ കൂടി വരും. അതായത് ഈ മഴ പെയ്യുന്ന ആ ഒരു മേഘത്തിന്റെ എണ്ണം കൗണ്ട് ഇങ്ങനെ കൂടി വരും. അങ്ങനെ ഇത്തരത്തിലുള്ള മേഘങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്ന് അത് ഭയങ്കര വലിയൊരു മഴയായിട്ട് ഇങ്ങനെ മാറും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ശരിക്കും മേഘവിസ്ഫോടനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരുപാട് ആൾക്കാർ ഞാൻ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ മേഘവിസ്ഫോടനം അവിടെ സംഭവിച്ചു, തൃശ്ശൂർ സംഭവിച്ചു, എറണാകുളത്ത് അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇത് എന്താണെന്ന് ആരും ഇതുവരെയായിട്ടും പറഞ്ഞില്ല. അതുമാത്രമല്ല ഒരുപാട് ആൾക്കാരിൽ ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ സ്ഫോടനം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് പല രീതിയിൽ ഇതിനെയൊക്കെ പറ്റി ആലോചിക്കാം. അപ്പോൾ ഒരുപാട് പേര് അതിനെപ്പറ്റി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മള് മഴക്കാലത്താണെങ്കിലും എന്തെങ്കിലും ഈ മഴയെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇത്ര മഴ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 10 മഴ കിട്ടി, 100 മഴ കിട്ടി. 100 എന്നൊക്കെ പറയാൻ മാക്സിമം 80 മഴ കിട്ടി, 60, അങ്ങനെ കുറെ നമ്മൾ ഒരു കണക്ക് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ തന്നെ ആരും തന്നെ പറയാത്ത ഒരു സംഭവമാണ് ഇതെന്താണ് ശരിക്കും ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആരും ഇതുവരെയായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നതാന്ന് നിങ്ങൾ വിചാരിക്കാം. എന്നിട്ട് എൻ്റെ മുന്നിൽ 1 മീറ്റർ സ്ക്വയർ ഏരിയ ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ 1 മീറ്റർ സ്ക്വയർ ഏരിയൻ്റെ അകത്ത് എന്തൊരു മഴ ലഭിക്കുന്നു അതിനെയാണ് നമ്മൾ ശരിക്കും കണക്ക് എന്ന് പറയുന്നത്. അതായത് എനിക്കിപ്പോൾ ഈ 1 മീറ്റർ സ്ക്വയറിൻ്റെ അകത്ത് 1 ലിറ്റർ വെള്ളം, ഓക്കെ, ഒരു ലിറ്റർ മഴവെള്ളം ലഭിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ എൻ്റെ ഇവിടുത്തെ ഈ ഒരു മഴ ലഭിച്ചത് 1 ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് എൻ്റെ ഈ 1 മീറ്റർ സ്ക്വയർ ഏരിയൻ്റെ അകത്ത് ഇവിടെ പെയ്ത മഴയിൽ നിന്ന് എനിക്ക് ആ 1 മീറ്റർ സ്ക്വയറിൽ കിട്ടിയ വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണെങ്കിൽ എനിക്ക് അവിടെ ലഭിച്ച മഴ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ 10 മഴയാണ് എനിക്ക് ലഭിച്ചെങ്കിൽ എനിക്ക് ഈ 1 മീറ്റർ സ്ക്വയർ ഏരിയൻ്റെ അകത്ത് നിന്ന് 10 ലിറ്റർ വെള്ളമായിരിക്കും ആ മഴയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതുപോലെ 100 എന്ന് പറയുന്നത് 100 ലിറ്റർ വെള്ളമായിരിക്കും എനിക്ക് ആ ഒരു മഴയിൽ നിന്ന് അവിടെ വച്ചിരിക്കുന്ന 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിന്റെ അളവ്. ഓക്കെ, അപ്പൊ 100 എന്നൊക്കെ പറയുന്നത് ഈ മേഘവിസ്ഫോടനമൊക്കെ സംഭവിക്കുമ്പോൾ കിട്ടുന്ന അത്രയും റെയിനാണ് നമ്മൾ ശരിക്കും 100 അതെന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്ട്രീം കേസസിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അതായത് ഹെവി റെയിൻഫോൾ എന്ന് പറയുന്നത് വെറും 8 മഴ മാത്രമാണ്. അപ്പോൾ ഈ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയും കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലൊക്കെ വെച്ചിട്ടുണ്ടായ ആ ഒരു
മഴയുടെ കണക്കെന്ന് പറയുന്നത് 80 to 100 mm മഴ വരെയായിരുന്നു. അതിന്റെ കറക്റ്റ് ഓർമ്മയില്ല, അത്രയും കൂടുതലായിരുന്നു അവിടെ വെച്ച് മഴ സംഭവിച്ചത്. അതിനൊക്കെയാണ് ശരിക്കും നമ്മൾ മേഘവിസ്ഫോടനം സംഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മഴയുടെ എക്സ്ട്രീം കേസസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ അത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോയിൽ. ഇതൊരു ചെറിയൊരു വീഡിയോ മാത്രമായിരുന്നു. ഇനി മുതൽ നമ്മൾ കുറച്ച് നാൾ കേൾക്കാൻ പോകുന്ന വാക്കുകളൊക്കെയാണ്, അതായത് ഇത്രയും മഴ ലഭിച്ചു, മേഘവിസ്ഫോടനം അവിടെ വെച്ച് സംഭവിച്ചു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അർത്ഥം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കൂടുതലും മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഒരുപാട് ന്യൂസ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പൊ അതിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അവർ ഇതിനെ പറ്റിയിട്ടൊന്നും പറയാറില്ല. ഇത് ജസ്റ്റ് ഇതിങ്ങനെ പറഞ്ഞു, ഇവിടെ അത് സംഭവിച്ചു, ഇവിടെ ഒരു സംഭവിച്ചു, അതിങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞു, അല്ലാണ്ട് വേറെ ഒന്നും അവർ പറയാറില്ല. ഓക്കെ, അവർക്ക് അതിനെപ്പറ്റി അറിയാൻ പാടാണ്ടോ എനിക്കറിയില്ല. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ന്യൂസിൽ ഒട്ടുമിക്ക മാധ്യമ ചാനലും ഞാൻ കണ്ടേക്കുന്നത്. അപ്പോ അതെന്താ സംഭവം എന്ന് എനിക്കൊന്ന് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും നല്ല വീഡിയോ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ശരി. അതെയാ.